ഓക്കെ, അപ്പോൾ യൂത്ത് ഫോർ മിഷൻസിന്റെയാണ് സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും കൂടെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 26-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അവസാനത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വളരെ ചെറിയ സ്റ്റഡിയാണ്, കാരണം 24-ാമത്തെ അധ്യായം 25-ാമത്തെ അധ്യായം കൂടെ ഒരുമിച്ച് പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഓർത്ത് വേണ്ട, 25-ാമത്തെ അധ്യായം നമുക്ക് ഒരു വേറെ സെഷനായിട്ട് തന്നെ പഠിക്കാം. പൗലോസിന്റെ ട്രയൽസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഫേലിക്സിന്റെ മുമ്പിൽ ആദ്യത്തെ ട്രയൽ, വിചാരണയ്ക്ക് വേണ്ടി ആദ്യത്തെ ട്രയലാണ് ഇന്ന്. ഭക്തൻ പല സ്ഥലങ്ങളിലൂടെ ഓടി അധ്വാനിച്ച് തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. തൻ്റെ ഓട്ടം തികച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചപ്പോൾ യെരുശലേമിൽ താൻ നിമിത്തം വലിയ ഒരു 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 ലഹള ഉണ്ടാകുന്നു. തന്നെ കൊല്ലണം, തന്നെ കൊന്നേ അടങ്ങൂ എന്ന് 40 പേര് തീരുമാനിക്കുന്നു. എന്നാൽ ദൈവം അതിശയകരമായി തന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സമയമാകാതെ ദൈവമക്കളുടെ മേൽ തൊടുവാൻ പോലും ആർക്കും അനുവാദമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നമ്മൾ മുന്നേറുമ്പോൾ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. വി ഡോണ്ട് ഹാവ് ടു ഫിയർ എനിത്തിങ്. കാരണം കർത്താവ് അനുവദിക്കാതെ കർത്താവിൻ്റെ മക്കളെ തൊടുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അതാണ് നമ്മുടെ ധൈര്യം, നമുക്ക് ധൈര്യം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വിട്ടുപോയപ്പോൾ പൗലോസ് പറഞ്ഞ എന്നാ, കർത്താവ് എൻ്റെ അടുക്കൽ നിന്നു. നിങ്ങൾ ഓർക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും മാറിപ്പോകുമ്പോൾ നമ്മുടെ അടുക്കൽ ആരുമില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് കർത്താവ് നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് പഠിച്ചു. എന്നാൽ ഇന്ന് ഫേലിക്സിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പൗലോസ് പറയുന്ന 3 കാര്യങ്ങളാണ്: ദൈവം തരുന്ന നീതി, സെൽഫ് കൺട്രോൾ, അവസാനം വരുവാനുള്ള ന്യായവിധി. അതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് ഒരു 5-10 മിനിറ്റ് മെയിനായിട്ട് ധ്യാനിക്കാനും ഈ നടന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാനും കൂടെ ഞാൻ ശരണപ്പെടുകയാണ് പെട്ടെന്ന്. എന്നാൽ ഇന്ന് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ന്യൂസിൽ കിടക്കുന്ന ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിഷപ്പ് മാർ മാരി എന്ന് പറയുന്ന ബിഷപ്പ് മാർ മാരി ഇമ്മാനുവൽ, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇദ്ദേഹം വളരെ ശക്തമായി ദൈവവചനത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ സുവിശേഷത്തിനു വേണ്ടിയും ശക്തമായി സംസാരിക്കുന്ന ഒരു മാന്യദേഹമാണ്. അദ്ദേഹം ഈസ്റ്റേൺ സിറിയക് ട്രഡീഷനിൽ നിന്ന് വന്ന ഒരു ബിഷപ്പാണ്. വളരെ സത്യസുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്കറിയാം, വളരെ ക്ലിയർ, ട്രൂ ഗോസ്പൽ ആൻഡ് ട്രൂ ഡോക്ടറിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്ക്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, കർത്താവിന് വേണ്ടി ഞാൻ അറ്റാക്ട് ആവുകയാണെങ്കിൽ എനിക്ക് അത്ര സന്തോഷമുള്ളൂ, അത് വലിയ ബ്ലെസ്സിങ് ആണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇദ്ദേഹം വളരെ ശക്തമായ സുവിശേഷത്തിന് നിന്നതുകൊണ്ട് ഒരു റാഡിക്കലായിട്ടുള്ളൊരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിനെ ആക്രമിച്ചു, അദ്ദേഹത്തിൻ്റെ മുഖത്തിന് കുത്തി ഈ കഴിഞ്ഞ ഒരു മാസം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാനൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് സെഷനിലേക്ക് ഞാൻ മുന്നോട്ട് പോകാം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതാണ്: ലവ് നെവർ ഫെയിൽസ്. വാട്ട് എവർ ഹാസ് ഹാപ്പൻ ടു മീ പേഴ്സണലി, ഐ താങ്ക് ദ ലോർഡ് ജീസസ്. I forgive whoever has done this act, and I say to him, you are my son. I love you and I will always pray for you. And whoever sent you to do this, I forgive them as well. In Jesus' mighty name, I have nothing in my heart but love for everyone. Whether this person is Christian or not, that is totally beside the point. I am doing totally fine. I am recovering very quickly. അപ്പോൾ തൻ്റെ മുഖത്ത് കടാര കൊണ്ട് കുത്തിയ, തൻ്റെ ദേഹത്ത് പലതവണ കുത്തിയ മനുഷ്യനോട് പറയുന്നത് എന്നാണെന്നറിയാമോ? ഐ ലവ് യു ആസ് മൈ സൺ. എൻ്റെ മകനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്നെ ആരെ അയച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയാനുള്ള കാരണം എന്നാ, പ്രിയമുള്ളവരെ, വരുന്ന ദിവസങ്ങളിൽ പ്രതികൂലങ്ങൾ കൂടാൻ പോവുകയാണ്, സംശയമൊന്നും വേണ്ട. എന്നാൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കൂടുമ്പോൾ അവരോടുള്ള മനോഭാവം ക്രിസ്തുവിൻ്റെ മനോഭാവമായിരിക്കണം നമുക്ക്. അതുകൊണ്ട് അതിനോട് ചേർന്ന് ഞാൻ പറയാം, വടക്കേ ഇന്ത്യയിൽ നമ്മളെ കല്ലെറിയുന്നവർ മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയലോക്കത്തെ ആളുകളോടും, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരോടും, നമ്മുടെ കൂടെ പഠിക്കുന്നവരോടും നമ്മുടെ മനോഭാവം എന്താണ്? പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിക്കുന്ന നമ്മൾ ലോകത്തോട് നമ്മൾ പറയുന്ന കാര്യമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും നമ്മുടെ സുവിശേഷത്തിലോ കർത്താവിന് വേണ്ടി നിൽക്കുന്നതിലോ യാതൊരു കോംപ്രമൈസും ഇല്ല. പക്ഷെങ്കിൽ ആളുകളെ സ്നേഹിക്കാൻ കർത്താവ്, നമ്മുടെ നാഥനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ എത്ര അടിച്ചാലും, നമ്മളെ എത്ര അവർ പറഞ്ഞാലും നമുക്കൊരൊറ്റ പ്രതികരണമേ ഉള്ളൂ, പ്രിയമുള്ളവരെ,
അത് സ്നേഹം, സ്നേഹം, സ്നേഹം മാത്രം. അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമുള്ളൂ. കാരണം ചിലപ്പോൾ കയ്പിന്റെ മനോഭാവം ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് എ നാച്ചുറൽ ഫ്ലഷ്ലി ടെൻഡൻസി. എന്നാൽ ആ കയ്പ് വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇൻ ജീസസ് മൈറ്റി നെയിം ഐ ഹാവ് നത്തിങ് ഐ forgive you in ജീസസ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും പറയത്തില്ലേ? യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വരട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇത് വരട്ടെ, അത് വരട്ടെ, അതൊക്കെ നമ്മൾ പറയും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ക്ഷമിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇതുപോലെ ക്ഷമിക്കാൻ ശക്തി നൽകുന്ന വേറൊരു നാമം ഏതാ? കാരണം നമുക്ക് ചെകിടത്ത് അടിച്ചവനെ, കർത്താവെ പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞവനാണ് നമ്മുടെ നാഥൻ. അതുകൊണ്ട് ആ നാഥന്റെ പാത പിൻപറ്റുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ സുവിശേഷം പരക്കണമെങ്കിൽ പ്രതിസന്ധി വർദ്ധിച്ചേ ഒക്കത്തുള്ളൂ. നമ്മുടെ സഹോദരൻ, ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് ഞാനിവിടെ നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മിഷൻസിൻ്റെ എല്ലാ സഹോദരങ്ങൾ പല സ്ഥലത്ത് അടിയും ജയിലും ഒക്കെ കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. നല്ലൊരു സംസ്ഥാനത്തായതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയാൽ വലിയ പ്രശ്നമില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് ബന്ധപ്പെടുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? സ്നേഹത്താൽ പ്രതികരിക്കുക. ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനോഭാവം, മറ്റ് കൂട്ടരെന്ത് പറയുന്നറിയോ? ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ കാണിച്ച്, നമുക്ക് അങ്ങനെ ഒരു പ്രതികരണമൊന്നുമില്ല. ഞങ്ങളെ അടിച്ചു, നിങ്ങൾക്ക് ആവുന്നത് അടിച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രതികരണമേ ഉള്ളൂ: ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു യഥാർത്ഥമായ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ സെഷനിലേക്ക് തുടങ്ങാം. അപ്പോൾ ഔട്ട്ലൈൻ ഓഫ് ആക്ട്സിന്റെ അവസാനത്തെ ഭാഗത്തിലാണ് നമ്മൾ. നിങ്ങൾക്കറിയാമല്ലോ, പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞു, തൻ്റെ ഓട്ടമൊക്കെ തികച്ചു, അവസാനം വിചാരണയ്ക്കായി ഓരോന്നായിട്ട് താൻ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 24ാമത്തെ അധ്യായത്തിന്റെ ഫേലിക്സിന്റെ മുമ്പിൽ പൗലോസ് നിൽക്കുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 24ന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 5 നാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടെ വന്നു. പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിച്ചു. അവനെ വിളിച്ചാറെ തെർത്തുല്ലോസ് അന്യായം വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ: രാജശ്രീ ഫെലിക്സേ, നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടെ അംഗീകരിക്കുന്നു. പച്ചക്കള്ളവായി പറയുന്നത് കേട്ടോ, എങ്കിലും വക്കീലാണല്ലോ. എങ്കിലും നിന്നെ അധികം അസഹ്യപ്പെടുത്തരുത് എന്ന് വെച്ച് ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസ്രായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവൻ ദൈവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു. അവനെ ഞങ്ങൾ പിടിച്ചു ഞങ്ങളുടെ ന്യായപ്രമാണം പ്രകാരം വിസ്തരിപ്പാൻ വിചാരിച്ചു. എങ്കിലും സഹസ്രാധിപനായ ലൂസിയാസ് വളരെ ബലത്തോടെ വന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി. അവൻ്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു. നീ തന്നെ അവനെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും. അത് അങ്ങനെ തന്നെ എന്ന് യഹൂദന്മാരും യോജിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, യെരുശലേമിൽ പൗലോസ് വന്നു. എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. താൻ അവിടുത്തെ സഭയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് പണം ശേഖരിച്ചു കൊണ്ട് വന്നു എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, പ്രസംഗിച്ചില്ല, യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. എന്നാൽ ഇവരെന്താണ് പറയുന്നത്? അവർ കള്ളസാക്ഷ്യം പറയുകയാണ്. അപ്പോൾ ആ സമയത്തെ ഹൈപ്രീസ്റ്റ് എന്ന് പറയുന്നത് അനന്യാസാണ്. അനന്യാസ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കറപ്റ്റായിട്ടുള്ള ഹൈപ്രീസ്റ്റാണ് കേട്ടോ ആ കാലഘട്ടത്തിൽ. അനന്യാസ് എന്നിട്ട് ഇപ്പോൾ ഫേലിക്സിന്റെ മുമ്പാകെ നിർത്തിയിട്ട് അനന്യാസ് എന്ത് ചെയ്തു? തെർത്തുലോസ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിനെ നിർത്തി ഈ പൗലോസിനെ വിചാരണ ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഫെലിക്സ് എന്ന് പറയുന്ന വ്യക്തി നീചനായ ഒരു വ്യക്തിയാണ്. 2, യഹൂദന്മാർക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടാക്കിയ മനുഷ്യനാണ്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 1000ഓളം യഹൂദന്മാരെ കൊന്നൊടുക്കി, അവരുടെ പ്രോപ്പർട്ടി മുഴുവൻ പിടിച്ചു, എന്നിട്ട് റോമയ്ക്ക് അത് സമർപ്പിച്ചു. ഈ പറഞ്ഞ ഫെലിക്സിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു? ഈ തെർത്തുലോസ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് പറയുന്നത്? ഇങ്ങനെയാണ് പറയുന്നത്: രാജശ്രീ ഫെലിക്സേ,
നീ മുഖാന്തരം ഞങ്ങൾക്ക് വളരെ സമാധാനം അനുഭവിക്കുന്നു. നിന്റെ പരിപാലനത്തിനാൽ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. തുടങ്ങുന്നത് തന്നെ മുഖസ്തുതി തുടങ്ങുകയാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്. ഫേലിക്സ് ഇവർക്ക് പ്രശ്നമല്ലാതെ വേറൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ ഈ പൗലോസിന്റെ മുമ്പിൽ നിന്നിട്ട് പറയാണ്, ഫേലിക്സേ, നീ എന്തോ ഒരു നല്ല മനുഷ്യനാണ്. ആളുകളുടെ കണ്ണ് എന്തുമാത്രം കുരുടായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അവരെ കൊന്നൊടുക്കിയ മനുഷ്യന്റെ മുമ്പിൽ, അവർക്ക് പ്രയാസം തന്ന മനുഷ്യരുടെ മുമ്പിൽ ഈ പൗലോസ് ഒരൊറ്റ തെറ്റുപോലും ചെയ്തിട്ടില്ല. എന്നാൽ ഈ പൗലോസിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഫെലിക്സിന്റെ മുമ്പിൽ എങ്ങനെയാ? ഫെലിക്സെ, നീ ഞങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഇവനുണ്ടല്ലോ, ഇവനൊരു ബാധയാ. എന്താ പറഞ്ഞെന്നറിയോ? ഇവനൊരു ബാധയാണ്. ഹീസ് എ പെസ്റ്റ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മിഷണറിമാര് നന്മയല്ലാതെ വല്ലതും ചെയ്തിട്ടുണ്ടോ? നന്മയല്ലാതെ. ഞാൻ ഈ താമസിക്കുന്ന തിരുവല്ലയുടെ തൊട്ടടുത്ത് മല്ലപ്പള്ളിയിൽ ഒരണയ്ക്ക് വേണ്ടി ഒരു അടിമയെ വിറ്റുകൊണ്ടിരുന്നത്, അറിയാവോ? അങ്ങനെയുള്ള സ്ഥലത്താണ് ജോൺ ഹോക്സ്വർത്തിനെ പോലുള്ള മിഷണറിമാർ സകലവും ത്യജിച്ച് ഇവിടെ ഈ അടിമത്തത്തിൽ കിടന്നവരെ വിടുവിച്ച് അവർക്ക് അടുത്ത സ്കൂളും പള്ളിക്കൂടവും തുടങ്ങി ഇവരുടെ വിദ്യാഭ്യാസവും നിലവാരവും ഉയർത്തി ഇവരെ മുഴുവൻ മനുഷ്യരാക്കി ഇത്രയും സ്നേഹിച്ചു കഴിയുമ്പോൾ ഇവരെ എന്നാ വിളിക്കുന്നത്? ബാധയെന്ന്, പെസ്റ്റ്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതാണ് പ്രിയമുള്ളവരെ ദിസ് ഇസ് അവർ ഇൻഹെറിറ്റൻസ്. ദൈവ മക്കളുടെ അവകാശം എന്ന് പറയുന്നത് ഈ നിന്നയാണ്. ഇത് ഏറ്റെടുക്കാൻ ആര് തയ്യാർ? ദിസ് ഇസ് അവർ ഇൻഹെറിറ്റൻസ്, ദാറ്റ് വി വിൽ ബി പെർസിക്യൂട്ടഡ് ഫോർ ഡൂയിങ് ഗുഡ്. സ്വന്തം വീടും സ്വന്തം ഭവനവും സ്വന്തം മക്കളെയും ഭാര്യയും എല്ലാം വിട്ട് മിഷണറി ഇവിടെ വല്ലപ്പള്ളി വന്ന് അടിമ വ്യാപാരം നിർത്തി അവരെ പഠിപ്പിച്ച് അവരെ അടുത്ത ലെവലിലേക്ക് കയറ്റുമ്പോൾ എന്താണ് അവരെ വിളിക്കുന്നത്? നിങ്ങളൊരു ബാധയാണ്. ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ആദിമ നൂറ്റാണ്ടിൽ പൗലോസിനെ വിളിച്ചാണ് ഇവനൊരു ബാധയാണ്. 1000 പേരെ കൊന്നൊടുത്തിയ ഫീലിക്സ്, നീ ആരാന്നറിയാമോ? അയ്യോ, നീ രാജശ്രീയാണ്. നീ നിമിത്തം ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആരാ? ഫെലിക്സ്. പക്ഷെ പാവ മിഷണറി ബാധയാണ്. പിന്നെ രണ്ടാമത് പറയുന്നുണ്ട്, ഇവൻ നസറായനം ഈ എന്താ പറയണ്ടേ, യേശുക്രിസ്തുവിന്റെ മതം, ആ ഒരു സെക്ട്, നസറായനായ മതക്കാരുടെ ഒരു റിംഗ് ലീഡറാണ് ഈ പൗലോസ്. പിന്നെ മൂന്നാമത് എന്താ പറയുന്നത്? ഇവൻ ഈ ആലയത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. കള്ള പ്രചരണങ്ങൾ, ഓൾ ഫോൾസ് അക്യൂസേഷൻ. എന്നാൽ അതിന് ഉത്തരമായി പൗലോസിന്റെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിക്കുക. പൗലോസ് ഇങ്ങനെയാണ് ഇതിന് ഉത്തരം കൊടുക്കുന്നത്. സംസാരിക്കാം എന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയാറിയ പൗലോസ് ഉത്തരം പറഞ്ഞു, ഈ ജാതിക്ക് നീ അനേക സംവത്സരമായ ന്യായാധിപതിയായിരിക്കുന്നു എന്ന് അറിയുക കൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു. ഞാൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് 12 നാളിൽ അധികമായില്ല എന്ന് നിനക്കറിയാമല്ലോ. അപ്പൊ 12 ദിവസത്തിൽ കൂടുതൽ ഞാൻ വന്നിട്ടില്ല. അതിൽ 5 ദിവസം ഇപ്പം ഈ സിസേറിയയിലാണ്. ദേവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹമുണ്ടാക്കിയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടില്ല. ഇന്ന് എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുകയുമില്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്താണ് ഞാൻ സമ്മതിക്കുന്നത്? മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം, മാർഗക്കാർ എന്നാണല്ലോ ക്രിസ്ത്യാനികളെ വിളിച്ചിരിക്കുന്നത്, പീപ്പിൾ ഓഫ് ദ വേ, ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പല സംവത്സരം കൂടിയിട്ട് ഞാൻ എൻ്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു. അത് അനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദേവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു. പുരുഷാരത്തോട് കൂടിയതല്ല, കലഹത്തോട് കൂടിയുമല്ല. എന്നാൽ ആസ്യക്കാരായ ചിലർ യഹൂദന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് എൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു. അല്ല, ഞാൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ ഒരു വാക്കല്ലാതെ അവിടെ വെച്ച് എൻ്റെ പക്കൽ വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ. അപ്പോൾ പൗലോസിന്റെ പ്രതികരണം എന്താണ്? ഒന്ന്, ഒരൊറ്റ മുഖപക്ഷം പോലും പറയുന്നില്ല. എങ്ങനെയാണ് തുർത്തുലോസ് തുടങ്ങിയത്? രാജസ്ത്രീ ഫേലിക്സേ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു മുഖപക്ഷവും പറയുന്നത്. ദൈവദാസന്മാർ മുഖപക്ഷം പറയാൻ പാടില്ല.
ചിലപ്പോൾ ഉണ്ടല്ലോ, ചില ആളുകളൊക്കെ നമ്മുടെ സ്റ്റേജിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അവരെ അങ്ങ് പറഞ്ഞ് പുകഴ്ത്തി അങ്ങ്, ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ചിലപ്പോൾ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴേ, കൺവെൻഷൻ വേദിയിൽ ഒരു 12 പേര് സ്റ്റേജിൽ ഇരിപ്പുണ്ടെങ്കിൽ ഈ 12 പേരെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പ്രസംഗത്തിന്റെ സമയം അങ്ങ് തീരും. കാരണം എന്നാ, ഇവരാരാണെന്നും ഇവരെത്ര വലിയൊരു ഇതെല്ലാം പറഞ്ഞ്, അല്ലെ, നല്ലൊരു വാക്ക് പറയുന്നതിന് തെറ്റൊന്നുമില്ല, കാരണം നമ്മൾ ആളുകളെ മാനിക്കണമല്ലോ. പക്ഷെ അങ്ങ് ഒരുപാട് പുകഴ്ത്തരുത്. ഇത് ദൈവമക്കൾക്ക് പറ്റിയ കാര്യമല്ല ഈ ഫ്ലാറ്ററി എന്ന് പറയുന്നത്. അത് നമ്മൾ മുഖസ്തുതി പറയരുത്. മുഖസ്തുതി പറയരുത്. 2, എന്താണ് പൗലോസ് പറയുന്നത്? ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും നല്ല മനസാക്ഷി ഞാൻ പുലർത്തി. അപ്പോൾ ദൈവസന്നിധിയിൽ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിലും നല്ല മനസാക്ഷി. ഈ നല്ല മനസാക്ഷിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, വി ഷുഡ് ലിവ് വിത്ത് എ ക്ലിയർ കോൺഷ്യൻസ്. ക്ലിയർ കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസാക്ഷി ക്ലിയർ ആണെന്ന് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, ദൈവസന്നിധിയിൽ ദൈവം കൂടെ പറയണം എൻ്റെ മനസാക്ഷി ക്ലിയർ ആണ്. കാരണം എൻ്റെ ഹൃദയം, മൈ ഹാർട്ട് ഇസ് വെരി ഡിസെപ്റ്റീവ്. സോ ഐ ഷുഡ് നോട്ട് സേ അതുകൊണ്ട് ഞാനൊരു ക്ലിയർ കോൺഷ്യൻസിലാണ് ജീവിക്കുന്നത്. അല്ല, ദൈവസന്നിധിയിൽ ക്ലിയർ കോൺഷ്യൻസ്. 3, എന്താണ് പറയുന്നത്? അന്ന് മാർഗക്കാർ, പീപ്പിൾ ഓഫ് ദ വേ, അങ്ങനെയാണ് ക്രിസ്ത്യാനികളെ കുറിച്ച് വിവരിച്ചിരുന്നത്. മാർഗക്കാർ. ഈവൻ കേരളത്തിൽ പോലും മാർഗക്കാരെന്നാണ് നമ്മൾ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ, മാർഗക്കാർ. ഈ മാർഗക്കാരെന്ന് പറഞ്ഞാൽ എന്നാ, നമ്മുടെ വഴി വേറെ വഴിയാണ്, ലോകക്കാരുടെ വഴിയല്ല നമ്മുടേത്, നമ്മുടെ മാർഗം വേറെ മാർഗമാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ മരിച്ചവരുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്. അത് പറയുന്നതിന്റെ കാരണം എന്നാ, യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. യേശുക്രിസ്തു, അതുകൊണ്ടല്ല പൗലോസ് പറയുന്നത്, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ദ ഗ്രേറ്റസ്റ്റ്, എന്താ പറയേണ്ടത്, ദ ഗ്രേറ്റസ്റ്റ് റീസൺ ഫോർ അവർ ബിലീഫ് ഇസ് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. എന്നിട്ട് പറയുന്നത് എന്നാ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, മരിച്ചവരിൽ നിന്ന് ആ പുനരുത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് നീതിമാനാകട്ടെ ദുഷ്ടനാകട്ടെ, ഈ 2 കൂട്ടരും ഒരു ദിവസം അവർക്ക് പുനരുത്ഥാനം സംഭവിക്കും. അതുകൊണ്ടാണ് എല്ലാവരുടെയും മനുഷ്യരുടെ ഉള്ളിൽ ഈ വലിയ ഇറ്റേണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കിടക്കുന്നത്. ഇപ്പം ക്രിസ്തീയ ആകട്ടെ അല്ലാത്ത, ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്, മരണം കൊണ്ട് തീരുന്നതല്ല നമ്മൾ എന്നുള്ളത്. എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അവർ ചിലതൊക്കെ പറയുമെങ്കിലും ഗോഡ് ഹസ് പുട്ട് ഇറ്റേണിറ്റി ഇൻ ദ ഹാർട്ട്സ് ഓഫ് മെൻ. അതുകൊണ്ട് അത് അകത്ത് കിടപ്പുണ്ട്. എവിടെയൊക്കെയോ നമുക്കറിയാം നിത്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് പൗലോസ് പറഞ്ഞത്, പൗലോസിന്റെ ഇത്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഫേലിക്സ് ഇതിനോട് പ്രതികരിക്കുന്നത്? അതാണ് നമ്മുടെ വിഷയം. എങ്ങനെയാണ് ഫേലിക്സ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഫേലിക്സിന്റെ മുമ്പാകെ 2 ഓപ്ഷനാണ്. 1, നീതി പാലിക്കുക. 2, ആളുകൾക്ക് വേണ്ടത് കൊടുക്കുക. പീലാത്തോസ് ഇതേ അവസ്ഥയിലല്ലായിരുന്നോ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ? ഇവനിൽ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല, അപ്പോൾ നീതി പാലിക്കണമെങ്കിൽ ഇവനെ വിട്ടയക്കണം. പക്ഷെ ഇവനെ വിട്ടയച്ചാൽ യഹൂദന്മാരുടെ അവരുടെ പ്രീതി നഷ്ടപ്പെടും. പ്രിയമുള്ളവരെ, പലരും യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോകാത്തതിന്റെ കാരണം എന്നാണെന്നറിയാമോ? മനുഷ്യരുടെ മുമ്പിൽ അവരുടെ പ്രീതി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. Many people don't commit themselves to Christ because they fear losing popularity among men. സത്യസുവിശേഷം പ്രസംഗിക്കാത്തതിന്റെ കാരണം എന്നാ? ആളുകളുടെ മുമ്പിൽ എങ്ങനെ നമ്മൾ എന്ത് ചിന്തിക്കും? വാട്ട് വിൽ പീപ്പിൾ തിങ്ക്? ഇതുപോലൊരു കെണി വേറെ ഒന്നും ഇല്ല പ്രിയമുള്ളവരെ. ആളുകൾ എന്ത് ചിന്തിക്കും എന്ന് പറയുന്ന കെണിയുണ്ടല്ലോ, ഇതുപോലെ. അതുകൊണ്ടാണല്ലോ ദ ഫിയർ ഓഫ് മെൻ ഇസ് എ സ്നേർ എന്ന് പറയുന്നത്. ഇതൊരു കെണിയാണ്, ആളുകളെ ഭയക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, ആളുകൾ നമ്മളെ എത്ര പെട്ടെന്ന് മറക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പെട്ടെന്ന് മറന്നു പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ഇവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചാണ് നമ്മുടെ ആയുസ് മുഴുവൻ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവസാനം എന്താ പറയുന്നത്? തൻ്റെ ആ ദൗത്യം പറയാണ്. താൻ പറയാ, ലിസിയോസ് വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഞാനൊരു തീരുമാനം എടുക്കുന്നില്ല. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആളുകളുടെ മുമ്പിൽ തൻ്റെ പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പൗലോസിനെ പിന്നെയും കസ്റ്റഡിയിൽ. ഒരു തെറ്റും കാണാൻ സാധിച്ചില്ല, യാതൊരു കുറ്റത്തിന് തെളിവുമില്ല. എന്നാൽ പൗലോസിനെ വെറുതെ വിടാൻ പറ്റുന്നില്ല. കാരണം എന്നാ? ആളുകളുടെ മുമ്പിൽ പോപ്പുലാരിറ്റി നഷ്ടപ്പെടും. എന്നാൽ ഈ ഫേലിക്സ് എന്ന് പറയുന്ന, ഫേലിക്സിനോട് ചേർന്ന് സുവിശേഷം കേൾക്കുന്ന ആരാണ്? ഡ്രുസില എന്ന് പറയുന്ന തൻ്റെ ഭാര്യ. ആരാണ് ഡ്രുസില? ഈ ഡ്രുസില എന്ന് പറയുന്നത് ഫേലിക്സിന്റെ 3ാമത്തെ ഭാര്യയാണ്. ആരാണ് ഡ്രുസില? ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമൻ എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അഗ്രിപ്പായുടെ മുമ്പിൽ ആ അഗ്രിപ്പ ഒന്നാമന്റെ
മകളാണ് എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹെരോദാവ് ദ ഗ്രേറ്റ്, ഹെറഡ് ദ ഗ്രേറ്റിന്റെ കൊച്ചുമകനായ ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമന്റെ മകളാണ് ഈ ഫേലിക്സിന്റെ മൂന്നാമത്തെ ഭാര്യ. ഫേലിക്സിന്റെ ഒന്നാമത്തെ ഭാര്യ ആരാണെന്നറിയോ? ആന്റണി ആൻഡ് ക്ലിയോപാട്ര ഇല്ലേ, ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ആന്റണി ആൻഡ് ക്ലിയോപാട്രയുടെ കൊച്ചുമകളായിരുന്നു ഫേലിക്സിന്റെ ഒന്നാമത്തെ ഭാര്യ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ ബൈബിളിലെ സംഭവങ്ങളെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. ഇത് വേറെ സംഭവങ്ങളൊന്നുമല്ല. ദ ബൈബിൾ ഈസ് എ ഹിസ്റ്റോറിക്കൽ ബുക്ക്. ഇതൊരു ചരിത്ര പുസ്തകമാണ്. അല്ലാതെ ഇത് എന്തെങ്കിലും ആരെങ്കിലും എഴുതിയ കെട്ടുകഥകളൊന്നുമല്ല. ഇത് ഇന്ന ഡേറ്റിൽ സംഭവിച്ച, AD ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ച ചരിത്ര സംഭവങ്ങൾ ചരിത്ര പുരുഷന്മാരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലാതെ കുറെ കെട്ടുകഥകളോ ഊഹാപോഹങ്ങളോ ഒന്നുമല്ല. അത് ബൈബിൾ വിശ്വസിക്കാമോ എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റഡി എടുത്തപ്പോൾ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതൊന്ന്. രണ്ട്, ഫേലിക്സിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിന് യാതൊരു സെൽഫ് കൺട്രോളും ഇല്ലാത്ത മനുഷ്യനാണ്. ആരെയൊക്കെ തനിക്ക് ഭാര്യയായിട്ട് എടുക്കണമോ താൻ. അപ്പോൾ ആ സമയത്ത് ഡ്രുസില വേറൊരു ഭർത്താവിനോട് വിവാഹം ചെയ്ത വ്യക്തിയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ തൻ്റെ സൂത്രം മൂലം ഈ മൂന്നാം ഭാര്യയായിട്ട് ഡ്രുസിലയെ എടുത്തു. എന്താണ് പൗലോസിന്റെ പ്രസംഗം? ഇവിടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് പൗലോസിന്റെ പ്രസംഗം? ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയാസ് സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവധി വെച്ചു. ശതാധിപനോട് അവനെ തടവിൽ നിന്ന് സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവന്റെ സ്നേഹിതന്മാർ അവനെ ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരിപ്പാനും കൽപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദ്രുസിലയുമായി വന്നു പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. പൗലോസ് തനിക്ക് ദ്രവ്യം തരും എന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫേലിക്സിന് പിൻവാഴിയായി പോർക്യോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫേലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ച് പോയി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ പൗലോസ് 3 കാര്യങ്ങൾ പറയുന്നു. എന്താണ് പൗലോസിന്റെ പ്രസംഗം? ഒന്ന്, പ്രസംഗിക്കുന്ന ഇത് വളരെ ക്ലിയർ ആണ്. നീതി, ദ റൈച്ചസ്നെസ് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. ഒന്ന്. 2, എന്താണ്? ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ. 3, എന്താ പറയുന്നത്? വരുവാനുള്ള ന്യായവിധി. ഈ 3 വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഫേലിക്സിനോട് പറയാൻ ആഗ്രഹിക്കുന്ന, ഫേലിക്സെ, നമ്മളെല്ലാവരും പാപികളാണ്. നീതി ലഭിക്കണമെങ്കിൽ, രക്ഷ ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നീതിയിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷയില്ല. അപ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ഫേലിക്സെ, നീ ആകട്ടെ ഞാനാകട്ടെ, പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ യു കനോട്ട് ഏൺ യുവർ റൈച്ചസ്നെസ് ഷുഡ് ബി ഇംപ്യൂട്ടഡ്. ഈ നീതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ മാത്രം ലഭിക്കുന്ന സത്യസുവിശേഷം പറഞ്ഞു. രണ്ടാമത് എന്താ പറയുന്നത്? ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോളിനെ കുറിച്ച് പറയുകയാണ്. കാരണം എന്നാ? ഫേലിക്സിനും അറിയാം, ഡ്രുസിലയ്ക്കും അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങൾക്കും കേൾക്കേണ്ടത് ഇന്ദ്രിയ ജയത്തെക്കുറിച്ചാണ്. നിനക്ക് യാതൊരു ഇന്ദ്രിയ ജയവും നിനക്കില്ല. അപ്പോൾ വ്യക്തമായി ഫേലിക്സിനോട് പറയുമ്പോൾ ഫേലിക്സ് ഇത് ഉള്ളിൽ കുത്തുന്നുണ്ട്. കാരണം എന്നാ? ഇത് ഫേലിക്സിനെ സംബന്ധിച്ചാണ് പറയുന്നത്. സദൃശവാക്യങ്ങൾ 25-28 ഇപ്രകാരം പറയുന്നു: ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ലൈക്ക് എ സിറ്റി വിത്ത് ബ്രോക്കൺ വാൾസ് ഇസ് എ മാൻ വിത്ത് നോ സെൽഫ് കൺട്രോൾ. അതാണ് സദൃശവാക്യങ്ങൾ പറയുന്നത്. ഇന്ന് പല വിശ്വാസികളുടെ ഇടയിലും, കേട്ടോ, ഇത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പല വിശ്വാസികളുടെ ഇടയിലും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് വളരാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഇന്ദ്രിയ ജയമില്ല. ദർ ഇസ് നോ സെൽഫ് കൺട്രോൾ. വരുന്നതെല്ലാം അങ്ങ് വായിക്കും, സ്ക്രീനിൽ വരുന്നതെല്ലാം കാണും, പറയാൻ തോന്നുന്നതെല്ലാം പറയും, കഴിക്കാൻ തോന്നുന്നതെല്ലാം കഴിക്കും, കുടിക്കാൻ തോന്നുന്നതെല്ലാം കുടിക്കും. ഇന്ദ്രിയ ജയമില്ല. ദർ ഇസ് നോ സെൽഫ് കൺട്രോൾ. ഒരു വിശ്വാസി ആത്മാവിന്റെ ഫലമാണ്. ഇറ്റ് ഇസ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ എപ്പോഴും പറയും, ദർ ഇസ് സോ മച്ച് ഓഫ് ഫോക്കസ് ഓൺ ദ ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് വൈൽ വി നിഗ്ലെക്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. കൃപകളും കൃപാവരങ്ങളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന കാലഘട്ടത്തിൽ
ഈ ഈ ഈ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് ആർ ഓപ്ഷണൽ. അത് എങ്ങനെയാണ് പറയുന്നത്? ആത്മാവിന് താൻ ഇച്ഛിക്കും പോലെ കൊടുക്കുന്നു. ദ സ്പിരിറ്റ് ഗിവ്സ് ടു ഹൂമെവർ ഹി ഡിസയേഴ്സ്. എന്നാൽ ആത്മാവിന്റെ ഫലമോ ഇറ്റ്സ് മാൻഡേറ്ററി. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഇസ് മാൻഡേറ്ററി. ദ ഗിഫ്റ്റ്സ് ആർ ഓപ്ഷണൽ. അപ്പോൾ ഈ ഫ്രൂട്ടിനകത്തുള്ള ഒരു കാര്യമാണ് സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം. ഫേലിക്സേ, നിനക്ക് ഒട്ടുമില്ലാത്തൊരു കാര്യമാണ് ഇന്ദ്രിയ ജയം. ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ ഇന്ദ്രിയ ജയം നാം വർദ്ധിപ്പിക്കണം. ഇത് ആത്മാവിന്റെ ഫലമാണ്. ഇറ്റ് ഈസ് യു ക്യാൻ എക്സസൈസ് ഇറ്റ് ത്രൂ ദ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്. ആത്മാവിന്റെ ആ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വരുന്നതെല്ലാം വായിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം കേൾക്കേണ്ട കാര്യമില്ല. വായിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറയേണ്ട കാര്യമില്ല. മുമ്പിലിരിക്കുന്നത് മുഴുവൻ കഴിക്കണമെന്നില്ല. എന്തെങ്കിലും വന്നാൽ അത് കുടിക്കണമെന്നില്ല. ഇന്ദ്രിയ ജനം, സെൽഫ് കൺട്രോൾ. പിന്നെ അവസാനം എന്നാ പറയുന്നത്? ഹി ടോക്സ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് ടു കം. ജഡ്ജ്മെന്റ് ടു കം. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് നമ്മുടെ മലയാള ഭാഷയിൽ ഈ കഴിഞ്ഞ 3 വർഷം 100 കണക്കിന് മെസ്സേജുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. 100 കണക്കിന് മെസ്സേജുകൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, ന്യായവിധിയെക്കുറിച്ച് ഒരു മെസ്സേജ്, അതിൻ്റെ ലിങ്ക് നിങ്ങൾ എനിക്കൊന്ന് അയച്ചു തരാമോ? ഈ 100 മെസ്സേജിൽ ഒരു 5% ന്യായവിധിയെക്കുറിച്ചുണ്ടോ? പൗലോസിന് ഒരൊറ്റ അവസരം കിട്ടുകയാണ്. ആരുടെ മുമ്പിലാണ്? ഫേലിക്സിന്റെ മുമ്പിൽ ഒരൊറ്റ അവസരം. പറഞ്ഞു നിർത്തുന്ന എന്താ? യേശുക്രിസ്തുവിലുള്ള രക്ഷ, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി. എന്നാൽ ഇന്ന് നമ്മൾ ഏറ്റവും എങ്ങനെയെങ്കിലും ഈ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രസംഗം നമ്മുടെ പ്രസംഗത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമോ അത് നമ്മൾ മാറ്റിയിരിക്കും. കാരണം എന്നാ? ആളുകൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കേൾപ്പിക്കണമല്ലോ. അവർക്ക് കേൾക്കുമ്പോൾ ഒന്ന് സുഖം തോന്നണ്ടേ? അവർക്കൊരു എൻകറേജ്മെന്റ് ഉണ്ടേ. ഫേലിക്സിനെ കണ്ടിട്ട് പൗലോസ് പറഞ്ഞില്ല, ഫേലിക്സേ നിന്നിലുണ്ട് നന്മ എന്ന് വല്ലതും പറഞ്ഞില്ല. പറഞ്ഞോ? ഫേലിക്സേ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ വന്നു കാണും. എന്നാൽ ഇനിയും വരാനുള്ള കാലം വലിയ അവസരങ്ങളുടെ കാലങ്ങളാണെന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച്. പ്രിയമുള്ളവരെ, ഈ രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ന്യായവിധി ഇല്ലാതെ പ്രസംഗിക്കാനൊക്കത്തില്ല. യു കനോട്ട് പ്രീച്ച് ദ ഫുൾ ഗോസ്പൽ വിതൗട്ട് പ്രീച്ചിങ് അബൌട്ട് ജഡ്ജ്മെന്റ്. ഇത് നമ്മൾ അറിയണം. എന്നാൽ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കാത്തത് കൊണ്ട് ശരിയായ രക്ഷയിലേക്ക് ആരും വരുന്നില്ല എന്നുള്ളതാണ്. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് അവർക്കൊരു ചിന്തയുണ്ട്, പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം ന്യായവിധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. സോ എ ഹോളിസ്റ്റിക് മെസ്സേജ് ഷുഡ് ഇൻക്ലൂഡ് ദ ജഡ്ജ്മെന്റ് ടു കം. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് വളരെ ശക്തമായി പൗലോസ് പ്രസംഗിച്ചു. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫേലിക്സിന്റെ പ്രതികരണം. എന്താണെന്നറിയാം? ആദ്യമേ ഭയപരവശനായി. ന്യായവിധി എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫേലിക്സ് ഭയപരവശനായി. ഇന്ന് പലരും ന്യായവിധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപരവശരാകാറുണ്ട്. അയ്യോ, ഒരു ദിവസം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ന്യായവിധി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെങ്കിൽ പെട്ടെന്ന് ടെൻഷനാണ്. കാരണം ന്യായവിധി ആ ദിവസം ഞാൻ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പേടി. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക? അവൻ ഭയപ്പെട്ടെങ്കിലും മാനസാന്തരത്തിലേക്ക് വന്നില്ല. ഇന്ന് അനേകർ അങ്ങനാണ്. അവർ ഭയപ്പെടുന്നു, പക്ഷെങ്കിൽ മാനസാന്തരത്തിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഏശാവിനെ പോലെ ഈസോ. ഹി റിഗ്രറ്റഡ് ഹിസ് ആക്ഷൻ. അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ വന്നതിനെ കുറിച്ച് താൻ ഒത്തിരി പശ്ചാത്തപിച്ചു എന്ന് മാത്രമല്ല, ഒരുപാട് കരഞ്ഞെന്നാ പറഞ്ഞ്. ഹി സോട്ട് ദ ബ്ലെസ്സിങ് വിത്ത് മെനി ടിയേഴ്സ്. കാരണം എന്നാണെന്നറിയാമോ? അനുഗ്രഹം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വളരെ അദ്ദേഹം കരഞ്ഞു. പക്ഷെങ്കിൽ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അവൻ ഒരിക്കലും കരഞ്ഞില്ല. ഹി വറിഡ് അബൌട്ട് ദ ബ്ലെസ്സിങ്, അബൌട്ട് ലൂസിങ് ദ ബ്ലെസ്സിങ്. ഹി വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ബർത്ത് റൈറ്റ്. ഇന്ന് അനേക ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചല്ലോ, അയ്യോ തെറ്റുപറ്റിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ വന്നു കയറി, അയ്യോ എനിക്ക് നാശനഷ്ടം സംഭവിച്ചു. സോ യു ആർ വറഡ് അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് സിൻ, യു ആർ നോട്ട് വറഡ് അബൌട്ട് ലൂസിങ് യുവർ ബർത്ത് റൈറ്റ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുടുംബത്തിലേക്ക് ജനിക്കുക, യു ഹാവ് ടു ബി ബോൺ അഗൈൻ. അങ്ങനെയാണല്ലോ നമുക്ക് അവകാശം ലഭിക്കുന്നത്. യു ഡോണ്ട് വാണ്ട് ദാറ്റ്. യു ഡോണ്ട് വാണ്ട് ദ ബർത്ത് റൈറ്റ്. യു ആർ വറഡ് അബൌട്ട് ലൂസിങ് ദ ബ്ലെസ്സിങ്.
ഇന്ന് അനേകർ ഇങ്ങനെ. ഇത് തന്നെയാണ് ഫേലിക്സിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഫേലിക്സ് പേടിച്ചുപോയി, പക്ഷെങ്കിൽ മാനസാന്തരത്തിലേക്ക് അത് നയിച്ചില്ല. പിന്നെന്താണ് രണ്ടാമത്തെ പ്രതികരണം? അപ്പൊ പേടിച്ചു, മാനസാന്തരപ്പെട്ടില്ല. പിന്നെ പറയാണ് എന്താണ്? അടുത്ത പ്രാവശ്യം ഞാൻ ഒന്നുകൂടെ നീ പറയുന്ന ഒന്ന് കേൾക്കട്ടെ. പോസ്റ്റ്പോണിങ്. പൗലോസ്, നീ പറഞ്ഞതിനകത്ത് തെറ്റൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല, കാരണം നീ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പക്ഷെങ്കിൽ ഞാനിപ്പോൾ തീരുമാനം എടുക്കുന്നില്ല, പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ തീരുമാനം എടുക്കാം. ഇന്ന് അനേകരിങ്ങനാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു തീരുമാനം എടുക്കത്തില്ല. കാരണം എന്നാ? യു ഫിയർ ലൂസിങ് പോപ്പുലാരിറ്റി. എൻ്റെ സ്നേഹിതർ എന്നെ വിട്ടേച്ച് പോകുമെന്നുള്ള ഭയം. പിന്നെന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് വേണ്ട, നമുക്ക് നാളെ ആകട്ടെ എന്നുള്ളത്. അടുത്ത 2 വർഷം പൗലോസിനെ വീണ്ടും വീണ്ടും വരുത്തി എന്നുള്ളതാണ്. അന്നേരം അവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ? വീണ്ടും വരുത്തി പ്രസംഗം കേൾക്കാനുള്ളത് കൊണ്ട് മാത്രമല്ല, പൗലോസിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണം കിട്ടുമോ എന്നുള്ള ആഗ്രഹം കൊണ്ട്. ഇത്രയും പ്രസംഗം കേട്ടിട്ടും പണത്തോടുള്ള മോഹം കുറഞ്ഞിട്ടില്ല. ഇങ്ങനെ പലര് ഒരു കൺവെൻഷനിൽ നിന്ന് അടുത്ത കൺവെൻഷനിലേക്ക് പോകും, അടുത്ത പ്രസംഗം, പക്ഷെ പണത്തോടുള്ള പിടി അതിന് യാതൊരു മാനസാന്തരവും ഇല്ല. അവസാനം എന്താ സംഭവിച്ചത്? 2 വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ ഫേലിക്സ്, സീസർ നീറോ ഇദ്ദേഹത്തിനൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒക്കെ നൽകി അദ്ദേഹത്തിന് ഒരുപാട് പണി കൊടുത്തു. കാരണം ഒരു വലിയ ഒരു ലഹള ഉണ്ടായി, അത് കൺട്രോൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് ഫെസ്റ്റസ് എന്ന് പറയുന്ന മനുഷ്യന് ഇദ്ദേഹത്തിന് പകരക്കാരനായി അയച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഫെലിക്സിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒന്ന്, അദ്ദേഹം ആളുകളുടെ കയ്യടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ആളുകളുടെ കയ്യടി. 2, എന്താണ്? തീരുമാനമെടുക്കാതെ മാറ്റി മാറ്റി വെച്ചു. 3, പണത്തിന് തൻ്റെ മേലുള്ള പിടി ഭയങ്കരമായിരുന്നു. 3 കാര്യങ്ങൾ. പല ആളുകളും ഈ മോഡിലാണ് പോകുന്നത്. ലോട്ട് ഓഫ് പീപ്പിൾ ലിവ് ഇൻ ദിസ്. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് പറയാം. എന്നാൽ ഈ ന്യായവിധിയെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. ന്യായവിധി, ദ ജഡ്ജ്മെന്റ് ടു കം. പ്രിയമുള്ളവരെ, ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ജീസസ് ഇസ് ദ ജഡ്ജ്. യേശു കർത്താവാണ് നമ്മുടെ ന്യായകർത്താവ്. എല്ലാവരും പറയും പിതാവാണ് ജീസസ്, എല്ലാവരും അങ്ങനെയാണെന്ന് പറയും. ഈ ഗോഡ് ഇസ് ദ ജഡ്ജ്. ജീസസ് ആരാ? ജീസസ് എൻ്റെ സ്നേഹിതനാണ്, ഹീസ് മൈ മൈ. അതുകൊണ്ടാണ് നമ്മൾ യേശു കർത്താവിനെ നമ്മൾ എപ്പോഴും പാടുമ്പോൾ യേശു ക്രിസ്തു വളരെ സ്വീറ്റാണ്, നൈസാണ്, അങ്ങനെയാണ് നമ്മൾ പാടുന്നത്. ഈ യേശു കർത്താവിനെ കുറിച്ച് ഞാനൊന്ന് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, ജോൺ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആരാ ന്യായം വിധിക്കാൻ പോകുന്നത്? പുത്രൻ ന്യായം വിധിക്കും. എല്ലാവർക്കും അറിയാം, കഴുതപ്പുറത്ത് വന്ന യേശു ക്രിസ്തുവിനെയും, കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, തടുക്കരുത് എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെയും, ചതഞ്ഞ ഒടിക്കാത്ത യേശു ക്രിസ്തുവിനെയും, രോഗികളെ സൗഖ്യമാക്കുന്ന ആർക്കും അറിയാത്ത യേശു ക്രിസ്തു ഉണ്ട് കേട്ടോ. അവനൊരു വെള്ള കുതിരപ്പുറത്ത്, അവന്റെ കയ്യിൽ വലിയൊരു വാള്, ആ വാളിന്റെ അറ്റത്ത് രക്തം വാർന്നൊലിക്കുന്നു. കാരണം എന്നാ? തന്നെ വെറുത്തവരെ എല്ലാം ന്യായവിധിക്കുന്ന ഒരു ദിവസം വരുന്നു. ജീസസ് ഈസ് കമ്മിങ് ആസ് ജഡ്ജ്. അവൻ ആദ്യം വന്നതുപോലല്ല. അവൻ ആദ്യം വന്നത് ലോകത്തിന്റെ രക്ഷകനായിട്ടാണെങ്കിൽ അവൻ വരാൻ പോകുന്നത് സകല ലോകത്തിന്റെയും ന്യായകർത്താവായിട്ടാണ്. ഹീസ് കമ്മിങ് ആസ് ദ ജഡ്ജ് ഓഫ് ഓൾ മെൻ. ഇത് പലപ്പോഴും പറയാറില്ല. യേശു കർത്താവ് നിന്റെ രോഗം സൗഖ്യമാക്കും, നിനക്ക് സമാധാനം നൽകും, നിന്റെ കടഭാരം മാറ്റും. ഇതല്ലാതെ വേറെ വല്ലതും യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവൻ ലോകത്തിന്റെ ജഡ്ജായിട്ടാണ് വരുന്നത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരെയും ന്യായം വിധിക്കും കേട്ടോ. ഈ പ്രസംഗിക്കുന്ന എന്നെയും നിങ്ങളെയും എല്ലാവരെയും ന്യായം വിധിക്കും, സംശയമൊന്നും വേണ്ട. എബ്രായ ലേഖനം 9:27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. Every man is ordained to die once and then face judgment. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി. എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. 3, ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ ഈ വെള്ള സിംഹാസനത്തിന് മുമ്പ്, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചല്ലോ. ഇത് ആർക്ക് വേണ്ടിയുള്ളതാ? ഇത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇത് പിന്നെയോ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത എല്ലാവരെയും
ആ സമയത്ത് ഈ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ ന്യായം വിസ്തരിക്കും. അപ്പോൾ വിശ്വാസികളായ എന്നെയും നിങ്ങളെയും പിന്നെ എങ്ങനെയാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്? The believers in Jesus are judged at the time of salvation. രക്ഷിക്കപ്പെടുമ്പോൾ എന്നെയും നിങ്ങളെയും ന്യായം വിധിച്ചു. കാരണം എന്നാ? എൻ്റെ മേൽ വീഴേണ്ടിയ ന്യായവിധി യേശു ക്രിസ്തുവിന്റെ മേൽ വീണതുകൊണ്ട്, എൻ്റെ മേൽ വീഴേണ്ടിയ ദൈവത്തിന്റെ ക്രോധം യേശു ക്രിസ്തുവിന്റെ മേൽ വീണതുകൊണ്ട് അവന്റെ നീതി എനിക്ക് ആധാരമായി ലഭിച്ചു. മനസ്സിലായോ? സോ വി വർ ജഡ്ജ്ഡ് വെൻ, രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മേൽ ന്യായവിധി വന്നു. എങ്ങനെയാണ് നമുക്ക് ന്യായം ലഭിച്ചത്? കർത്താവിൻ്റെ നീതി എൻ്റെ മേലും എൻ്റെ പാപം കർത്താവിൻ്റെ മേലും. അതുകൊണ്ട് വിശ്വാസി അന്ന് വിധിക്കപ്പെടുമ്പോൾ നമ്മുടെ പാപത്തിനു വേണ്ടിയല്ല വിധിക്കപ്പെടുന്നത്. പിന്നെയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി കർത്താവ് പ്രതിഫലം തരാൻ പോവുകയാണ്. So we will face a judgment related to our rewards, not related to our punishment. ശിക്ഷയ്ക്ക് വേണ്ടിയല്ല, ശിക്ഷാവിധിക്ക് വേണ്ടിയല്ല, പിന്നെയോ എൻ്റെ ശരീരത്തിൽ എനിക്ക് തന്ന സമയം, എനിക്ക് തന്ന താലന്ത്, എനിക്ക് തന്ന പണം, എനിക്ക് തന്ന സാഹചര്യങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എങ്ങനെ ഉപയോഗിച്ചു, അതിന് കണക്ക് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കണം. അതാണ് ഈ ന്യായവിധി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഫേലിക്സിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. എന്താണ് നമ്മുടെ പ്രതികരണം? എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ തീരുമാനം നിങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടോ? ആർ യു പോസ്റ്റ്പോണിങ് യുവർ ഡിസിഷൻ? ഫേലിക്സിനെ പോലെ ഇനി നാളെ ആകട്ടെ, 2 വർഷം കഴിഞ്ഞു. മനംതിരിവ് ഉണ്ടായെന്നുള്ള ഒരു തെളിവ് ബൈബിളിൽ കാണുന്നില്ല. ഫേലിക്സ് മാനസാന്തരപ്പെട്ടു എന്നുള്ളത് ബൈബിളിൽ കാണാൻ പറ്റുന്നില്ല. ഇനി പെട്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെങ്കിൽ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ആർ യു പോസ്റ്റ്പോണിങ് യുവർ ഡിസിഷൻ? നാളെ ആകട്ടെ, നാളെ ആകട്ടെ എന്ന്. അതുകൊണ്ടല്ലേ ആരാണ്ട് പറഞ്ഞത്, ഫോർ പീപ്പിൾ ഹു ആർ വെയിറ്റിംഗ് ടു അക്സെപ്റ്റ് ക്രൈസ്റ്റ് അറ്റ് 12 മോസ്റ്റ്ലി ഡൈ അറ്റ് 11 PM. അങ്ങനെ കണ്ട് ഞാനൊരു ക്യാപ്ഷൻ ഇവിടെ കണ്ടു. അനേകരിങ്ങനെയാണ്, നാളെ ആകട്ടെ, നാളെ ആകട്ടെ, ഇന്ന് വേണ്ട, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇന്ന് രക്ഷാ ദിവസം കേട്ടോ. അതുകൊണ്ടാണ് മോശ ഇപ്രകാരം പറഞ്ഞു, ഇന്ന് അവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇന്നാകുന്നു രക്ഷാ ദിവസം. ടുഡേ ഇസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ഇന്നാകുന്നു രക്ഷാ ദിവസം, നാളത്തേക്ക് വെക്കണ്ട. ഇന്ന് എൻ്റെ ഹൃദയം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ, എൻ്റെ വിശ്വാസം അവൻ്റെ കയ്യിലേക്ക് വെച്ചാൽ, കർത്താവെ എൻ്റെ നീതി പ്രവൃത്തിയല്ല, നിന്റെ നീതി കാരണം കർത്താവെ നീ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഞാൻ വിശ്വാസത്താൽ കൃപയാൽ ഞാൻ എന്നെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു, മുഴുവനായി സമർപ്പിക്കുന്നു, ഇനി എൻ്റെ ജീവിതം നിനക്കാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാനും നിങ്ങളും പുതിയ സൃഷ്ടിയാണ്, രക്ഷ വന്നിരിക്കുകയാണ്. അത് മാറ്റിവെക്കാനൊക്കത്തില്ല. ഇതിന്റെ കുഴപ്പം എന്നാണെന്നറിയോ? കർത്താവിന്റെ കയ്യിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതമല്ല, പിന്നെ അവന്റെ ഹിതം അനുസരിച്ച് ജീവിക്കണം. ദെൻ വി ഹാവ് ടു ലിവ് ഇൻ സെൽഫ് കൺട്രോൾ. ഇന്ദ്രിയ ജീവിതം ഉണ്ടാകണം. ഇന്നലെ വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ട് നമ്മൾ എന്തു പറയും? ഇന്ന് വേണ്ട, നാളെ ആകട്ടെ. നാളെ ഉണ്ടോ എന്ന് ആർക്കറിയാം പ്രിയമുള്ളവരെ? നാളെ ഉണ്ടാകുമെന്ന് ആർക്കറിയാം? ഹൂ നോസ് ഇഫ് there will be tomorrow? You and I don't know if there is a tomorrow. You and I don't know in tomorrow. ഇന്ന് ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്താൽ മരണത്തെയോ ന്യായവിധിയോ ഭയക്കാതെ, ഫേലിക്സ് ഭയന്നതുപോലെ ഭയക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ പോകാം. ഭയക്കേണ്ട കാര്യമില്ല, സന്തോഷത്തോടെ പോകാം. കാരണം എന്നാ? ഇന്ന് ഞാൻ മരിച്ചാൽ കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള ഉറപ്പ്. ആളുകൾ എന്നോട് ചോദിക്കും, ചെറു തെറ്റൊന്നും ചെയ്തിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, തെറ്റേ ചെയ്തിട്ടുള്ളൂ, മുഴുവൻ തെറ്റാ. പിന്നെ എങ്ങനെ ഇത്ര ഉറപ്പോടെ പ്രസംഗിക്കാൻ പറ്റുന്നത്? എങ്ങനെ ഇത്ര ഉറപ്പ്? ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവർ പല കാര്യങ്ങൾ പറയും, എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ. ഞാൻ ആ ക്രൂശിലേക്ക് ചൂണ്ടിയിട്ട് പറയും, അവന്റെ നീതിയാണ് എൻ്റെ നീതി. അതുകൊണ്ട് കർത്താവ് എന്നെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നത് പോലാണ് എന്നെ കാണുന്നത്. എനിക്കൊരു നീതിയില്ല. എൻ്റെ നീതി പ്രവൃത്തികളൊക്കെ ഫിൽത്തി റാഗ്സ് ആണ്. അതിനകത്തൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ഉറപ്പാണ് എനിക്ക് ഉറപ്പ്. അപ്പൊ സ്വർഗത്തിൽ പോകുന്ന എന്താ ഇത്ര ഗ്യാരണ്ടി? തെറ്റെല്ലാം ചെയ്തിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും തെറ്റൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ എന്നാ ഗ്യാരണ്ടി? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഉറപ്പ്. അതാണ് എൻ്റെ ഗ്യാരണ്ടി.
അല്ലാതെ എൻ്റെ സ്വയത്തിലോ എൻ്റെ ജഡത്തിലോ എനിക്ക് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലുള്ള ഒരു കാര്യം, ഈ ബൈബിൾ സ്റ്റഡി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 100 വേഴ്സ് ബൈ വേഴ്സ് കഴിഞ്ഞു. ഇടയിൽ യൂത്ത് ഫോർ മിഷൻ, യൂത്ത്സിന് വേണ്ടി തുടങ്ങിയതാണിത്, അറിയാമല്ലോ, യൂത്ത്സ്. അപ്പൊ യൂത്ത്സിന് വേണ്ടി തുടങ്ങി ഇപ്പൊ പ്രായമുള്ള ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. എൻ്റെ ജീവിതത്തിന്റെ വലിയൊരു സന്തോഷം ഞാൻ പറയാം. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വേഴ്സ് ബൈ വേഴ്സ് പഠിപ്പിക്കുമ്പോൾ രക്ഷയെക്കുറിച്ചും രക്ഷാ നിർണയത്തെക്കുറിച്ചൊക്കെ പറയും. ഒരുപാട് യൗവനക്കാർ എനിക്ക് മെസ്സേജ് അയക്കും ഇടയ്ക്ക്. എങ്ങനെയെന്നറിയാം? മെസ്സേജ് അയക്കുമ്പം, എൻ്റെ വല്യമ്മച്ചി ഈ കഴിഞ്ഞ ആഴ്ച ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, എൻ്റെ വല്യമ്മച്ചി. എന്നാൽ ഈ സെഷൻ, എബ്രായ ലേഖനം ഈ സെഷൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വല്യമ്മച്ചി കർത്താവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിച്ചു. എന്നിട്ട് പറയും, മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ അമ്മച്ചിക്ക് രക്ഷാനിർണയം ഉണ്ടായിരുന്നു. എനിക്കിതുപോലെ സന്തോഷം തരുന്നു ഒരു സഹോദരി, ഒരു സിസ്റ്റർ എനിക്ക് മെസ്സേജ് ചെയ്തു, എൻ്റെ അമ്മായിയമ്മ ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അമ്മായിയമ്മയ്ക്ക് ഒരു ഉറപ്പില്ലായിരുന്നു സ്വർഗത്തിൽ പോകുന്നു. പക്ഷെങ്കിൽ ഈ സ്റ്റഡി കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ മരിച്ചപ്പോൾ പൂർണ്ണ ഉറപ്പോടാണ് പോയത്. എങ്ങോട്ടാ? മേളോട്ട്. ഞാൻ എപ്പോഴും പറയും, യൂത്ത് ഫോർമേഷനായിട്ട് യൂത്തിന് വേണ്ടി തുടങ്ങിയാണേലും ഇത് കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം നേരെ പ്രൊമോഷൻ അല്ലേ, ഉറപ്പോടെ. അപ്പൊ മരിക്കുമ്പോൾ സ്ട്രേറ്റ് കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് പോവാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും, യൂത്ത്സ് ആകട്ടെ പ്രായമുള്ളവരാകട്ടെ, നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കാൻ യൂത്ത്സേ നിനക്ക് അനുവാദമില്ല കേട്ടോ. നാളെ ഉണ്ടോന്ന് ഒരു ഉറപ്പുമില്ല. ഇപ്പൊ ഈ പ്രസംഗിച്ച് കഴിയുമ്പോൾ അടുത്ത സാറ്റർഡേ സെഷൻ ഉണ്ടെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഒറ്റ മനുഷ്യർക്ക് ഉറപ്പില്ല. ഇന്ന് ക്രിസ്തുവിനെ കൈക്കൊള്ളുക, സറണ്ടർ യുവർ ലൈഫ് ടു ക്രൈസ്റ്റ് ടുഡേ. നാളെ ഉണ്ടോ എന്നുള്ള ഉറപ്പില്ല. പണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാനിപ്പോൾ ഈ 3 ഡേ കൺവെൻഷൻ ആണല്ലോ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ 3 ഡേ കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുമ്പോൾ 3-ാമത്തെ രാത്രിയാണ് ഞാൻ ഈ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുകയും ഒരു ആഹ്വാനമൊക്കെ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ അങ്ങ് പറഞ്ഞു തീർക്കും. കാരണം എന്താണെന്നറിയോ? ഈ 3-ാമത്തെ രാത്രി ഞാൻ പ്രസംഗിക്കാൻ ഞാൻ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഹൈദരാബാദിൽ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അത് ഞാൻ പിന്നൊരിക്കൽ പറയാം. ഞാൻ എൻ്റെ ഫസ്റ്റ് രാത്രി പ്രസംഗിച്ച സംഭവം ഭയങ്കര. അപ്പൊ അതുകൂടെ കഴിഞ്ഞപ്പോ പിന്നെ ഞാനിപ്പോ ഇപ്പൊ ടോപ്പിക് ഇനിയും വിവാഹത്തെക്കുറിച്ചാണെങ്കിൽ രക്ഷ ആദ്യം പ്രസന്റ് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി അതാണ് ഇപ്പോഴത്തെ നമ്മുടെ മൂഡ്. കാരണം നാളെ ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. ഫെലിക്സെ, നീ നീട്ടി വെച്ചു, പക്ഷെ എപ്പോഴാ സമയം കഴിഞ്ഞെന്ന് നീ പോലും അറിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഇന്നാകുന്ന രക്ഷാ ദിവസം, ടുഡേ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ആർക്കെങ്കിലും ആ ഉറപ്പില്ലെങ്കിൽ ധൈര്യത്തോടെ കർത്താവിന്റെ കൃപാസനത്തിലേക്ക് വരാമോ? ആ ക്രൂശിലൊന്ന് വിശ്വസിക്കാമോ? ജീവിതം മുഴുവൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ക്രൂശിലുണ്ട് രക്ഷ. എത്ര വലിയ പാപിയാണേലും നോ പ്രോബ്ലം. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു രക്തമാണ് യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം. അതിൽ വിശ്വസിച്ചാൽ എനിക്കും നിങ്ങൾക്കും രക്ഷയുണ്ട്. അതില്ലെങ്കിൽ ഇനി എത്ര നല്ല പ്രവൃത്തിയാണെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. ന്യായവിധി അത് മാത്രം നമുക്കായി കാത്തിരിക്കുന്നു. ശിക്ഷാവിധിക്ക് അർഹരാകാതെ രക്ഷയിലേക്ക് പോകുവാൻ കർത്താവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും ഇന്നാണ് രക്ഷാ ദിവസം. ഇറ്റ്സ് നെവർ ടു ഏർലി, ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഇറ്റ്സ് നെവർ ടു ഏർലി, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. ഫേലിക്സിനെ പോലെ ആകരുത് പ്രിയമുള്ളവരെ. ഇന്ന് രക്ഷാ ദിവസം കർത്താവിൻ്റെ ശബ്ദം നാം കേൾക്കുന്നുവെങ്കിൽ ഹൃദയത്തെ കഠിനമാക്കാതെ മുഴുവനായ യേശു കർത്താവിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഫേലിക്സിനെ പോലെ കർത്താവെ നാളത്തേക്ക് മാറ്റി വെക്കാനല്ല, ഇന്ന് ആരോടെങ്കിലും നിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തെ നീ തുറക്കണം. കർത്താവെ, നീ ആ പിതാവ് ആകർഷിക്കാതെ ഒരുവനും ക്രിസ്തുവിലേക്ക് വരുന്നില്ല. ഇവിടെ ഞാൻ എത്ര പ്രസംഗിച്ചാലും കർത്താവ്, എനിക്കറിയാം നിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ഒരു ഹൃദയവും തുറക്കപ്പെടത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആരെങ്കിലും അവരുടെ തീരുമാനം നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാകട്ടെ രക്ഷാ ദിവസം, ഇന്നാകട്ടെ ആ സന്തോഷത്തിന്റെ ദിവസം. അങ്ങനെയെങ്കിൽ കർത്താവെ, ഫേലിക്സിനെ പോലെ ഭയപ്പെടേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. ന്യായവിധി ദിവസം യേശു ക്രിസ്തുവിന്റെ നീതി കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി സ്തോത്രം. അതുകൊണ്ട് അന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ ഫുൾ കോൺഫിഡൻസോട് നിൽക്കും. എന്തുകൊണ്ടാണ് കർത്താവെ? ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, നിന്റെ നീതി ഞങ്ങൾക്ക് നീതി ആയതുകൊണ്ട്. കർത്താവ്, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോകാൻ ഒരു മനുഷ്യനെയും നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡി കേൾക്കുന്ന എല്ലാവരും, യൂട്യൂബിലാകട്ടെ കർത്താവ്, ഈ സൂം സെഷനിലൂടെ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം.